Dear students, my dear children, welcome to our channel at Social Science Tutor. We are starting the part 3 class of our chapter 1, Weather and Climate. In this class, we are discussing the factors influencing the distribution of temperature. Okay students, we are starting the class. അതിനു മുമ്പ് പറയട്ടെ, നിങ്ങളുടെയൊക്കെ രണ്ട് ക്ലാസ്സുകൾ ഓൾറെഡി നമ്മുടെ ചാനലിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. അത് നിങ്ങൾ പഠിക്കണം. അതിൻ്റെ കണ്ടിന്യൂവേഷനാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. നമ്മൾ വെതർ ആൻഡ് ക്ലൈമറ്റ് എന്നുള്ള ചാപ്റ്ററിൽ നമ്മൾ കണ്ടു ദർ ആർ സർട്ടൻ എലമെൻറ്റ്സ് ഓഫ് വെതർ. അത് എലമെൻറ്റ്സ് ഏതൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാം. ടെമ്പറേച്ചർ, അറ്റ്മോസ്ഫിയറിക് പ്രഷർ, ഹ്യൂമിഡിറ്റി, അങ്ങനെയുള്ള അതിൻ്റെ പെർസിപ്പിറ്റേഷൻ, ഓക്കെ, ഓൾ ദീസ് ആർ ദ എലമെൻറ്റ്സ് ഓഫ് വെതർ. അപ്പോൾ ഈ എലമെൻറ്റ്സ് ഓഫ് വെതറിലെ ഫസ്റ്റ് എലമെൻ്റാണ് ടെമ്പറേച്ചർ. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കുന്നത് ആ ടെമ്പറേച്ചറിൻ്റെ സ്റ്റാർട്ടിങ് പാർട്ട് 2 വീഡിയോയിലുണ്ട്. അതിൻ്റെ കണ്ടിന്യൂവേഷനാണ് നമ്മളിന്ന് പഠിക്കുന്നത്. വിച്ച് ആർ ദ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ടെമ്പറേച്ചർ. ഇപ്പോൾ നമ്മൾ കണ്ടു ഇൻസുലേഷനും ടെറസ്ട്രിയൽ റേഡിയേഷനും അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് നമ്മൾ കണ്ടു. ഇൻസുലേഷനിലൂടെ വരുന്ന എനർജി അല്ലെങ്കിൽ സൺറൈസ് ഡയറക്റ്റായിട്ട് നമ്മുടെ അറ്റ്മോസ്ഫിയറിനെ ഹീറ്റ് ചെയ്യുന്നില്ല. അത് ഭൂമിയുടെ അതിൻ്റെ ഔട്ടർ സ്പേസിനെ അതിനെ ഹീറ്റ് ചെയ്യുന്നു. ടെറസ്ട്രിയൽ റേഡിയേഷനിലൂടെയാണ് നമ്മുടെ അറ്റ്മോസ്ഫിയർ ഹീറ്റഡ് ആകുന്നതെന്ന് നമ്മൾ പഠിച്ചു. അപ്പോൾ ഇങ്ങനെ ഹീറ്റഡ് ആകുമ്പോൾ അവിടെ പല പ്രോസസ്സ് ഉണ്ടെന്ന് നമ്മൾ പഠിച്ചു. ആ പ്രോസസ്സാണ് കണ്ടക്ഷൻ, കൺവെക്ഷൻ, അഡ്വെക്ഷൻ ആൻഡ് റേഡിയേഷൻ. അപ്പോൾ ഇങ്ങനെ പല പ്രോസസ്സിലൂടെ ഈ ഹീറ്റ് നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ സ്പ്രെഡ് ചെയ്യുന്നു. അങ്ങനെയാണ് അറ്റ്മോസ്ഫിയർ ഹീറ്റഡ് ആകുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ടെമ്പറേച്ചറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സാണ് നമ്മൾ പഠിക്കുന്നത്. അതിന് സ്പേഷ്യലായിട്ടുള്ള ഫാക്ടേഴ്സ് ഉണ്ട്, ടെമ്പറലായിട്ടുള്ള ഫാക്ടേഴ്സ് ഉണ്ട്. അതായത് ജോഗ്രാഫിക്കായിട്ടുള്ള ഫാക്ടേഴ്സ് ഉണ്ട്, അതുപോലെ ടൈമുമായിട്ട് ബന്ധപ്പെട്ട ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ സ്പേഷ്യൽ ആൻഡ് ടെമ്പറൽ, ആ രണ്ട് വേർഡുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. സ്പേഷ്യൽ ഫാക്ടേഴ്സ് ഉണ്ട്, ടെമ്പറൽ ഫാക്ടേഴ്സ് ഉണ്ട്. സ്പേഷ്യൽ ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? ആ ടോപ്പോഗ്രഫി. ഓക്കെ. ടെമ്പറൽ ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ അവിടെ ടൈമാണ് വരുന്നത്. അപ്പോൾ വെൻ ആൻഡ് വെയർ. ഓക്കെ, അപ്പോൾ എവിടെയാണെന്നുള്ളതും അതിൻ്റെ ടൈം എന്താണെന്നുള്ളതും ആ സ്ഥലത്തിൻ്റെ സ്പേഷ്യലായിട്ടുള്ള പ്രത്യേകത, അതായത് അതിൻ്റെ ജോഗ്രഫിക്കലായിട്ടുള്ള പ്രത്യേകത, ഇതെല്ലാം ഈ ടെമ്പറേച്ചറിൻ്റെ ഡിസ്ട്രിബ്യൂഷനെ ഇൻഫ്ലുവൻസ് ചെയ്യും. അപ്പോൾ ആ ഫാക്ടേഴ്സിനെ നമുക്ക് വൺ ബൈ വൺ ആയിട്ട് കാണാം. ലാറ്റിറ്റ്യൂഡ്, ആൾട്ടിറ്റ്യൂഡ്, ഡിഫറൻഷ്യൽ ഹീറ്റിംഗ് ഓഫ് ലാൻഡ് ആൻഡ് സീ, ഡിസ്റ്റൻസ് ഫ്രം ദ സീ, ഓഷ്യൻ കറൻറ്റ്സ് ആൻഡ് റിലീഫ്. ഈ ഫാക്ടേഴ്സ് എല്ലാം ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ടെമ്പറേച്ചറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സാണ്. ഫസ്റ്റ് വൺ, ലാറ്റിറ്റ്യൂഡ്. ലാറ്റിറ്റ്യൂഡിൻ്റെ മലയാളം എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എന്താണ് അതിൻ്റെ മലയാളം? നമ്മുടെ ലോഞ്ചിറ്റ്യൂഡും ലാറ്റിറ്റ്യൂഡും. ലോഞ്ചിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ മലയാളത്തിൽ പറയുന്നത്, മലയാളം എന്താണ് ലാറ്റിറ്റ്യൂഡിൻ്റെ? അക്ഷാംശ രേഖകൾ. ഓക്കെ, അക്ഷാംശ രേഖകളും ലോഞ്ചിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ രേഖാംശ രേഖകളും. അപ്പോൾ ലാറ്റിറ്റ്യൂഡുകൾ നമുക്കറിയാം. ഏറ്റവും സെൻട്രലിൽ കാണുന്ന ലാറ്റിറ്റ്യൂഡ് നമ്മുടെ ഇക്വേറ്ററാണ്, 0 ഡിഗ്രി. പിന്നെ ട്രോപ്പിക് ഓഫ് ക്യാൻസർ, ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ, അങ്ങനെ ലാറ്റിറ്റ്യൂഡുകൾ നമ്മുടെ നോർത്ത് പോളും സൗത്ത് പോളും വരെ പോകുന്നു. ഓക്കെ, അപ്പോൾ ലാറ്റിറ്റ്യൂഡുകൾ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ടെമ്പറേച്ചറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ്. എല്ലാ ലാറ്റിറ്റ്യൂഡിലും ഒരേ ടെമ്പറേച്ചർ അല്ലെന്ന് നിങ്ങൾക്കറിയാം. അപ്പം നമുക്ക് അതിലേക്ക് പോകാം. ദെൻ ആൾട്ടിറ്റ്യൂഡ്, ആ സ്ഥലത്തിൻ്റെ ആൾട്ടിറ്റ്യൂഡ്. ആൾട്ടിറ്റ്യൂഡ് മീൻസ് ഹൈറ്റ്, ആ സ്ഥലത്തിൻ്റെ ഹൈറ്റ്. അപ്പോൾ ഹൈറ്റ് കൂടുമ്പോൾ ടെമ്പറേച്ചറിൽ വ്യത്യാസം വരും, ഹൈറ്റ് കുറയുമ്പോൾ ടെമ്പറേച്ചറിൽ വ്യത്യാസം വരും. അപ്പോൾ ഹൈറ്റ്, ആ പർട്ടിക്കുലർ സ്ഥലത്തിൻ്റെ ഹൈറ്റ് ടെമ്പറേച്ചറിനെ അഫക്റ്റ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ്. ദെൻ ഡിഫറൻഷ്യൽ ഹീറ്റിംഗ് ആൻഡ് ഓഫ് ലാൻഡ് ആൻഡ് സീ. ലാൻഡ് സീയും ഡിഫറൻ്റ് ആയിട്ട് ഹീറ്റ് ചെയ്യുകയും കൂൾ ചെയ്യുകയും ചെയ്യുന്നത് ടെമ്പറേച്ചറിൻ്റെ സ്പ്രെഡിങ്ങിനെ ഇൻഫ്ലുവൻസ് ചെയ്യും. ദെൻ ഡിസ്റ്റൻസ് ഫ്രം സീ. സീയിൽ നിന്നുള്ള ഒരു സ്ഥലത്തിൻ്റെ ഡിസ്റ്റൻസ്, സിയോട് അടുത്ത് കിടക്കുന്ന സ്ഥലങ്ങളെ, സിയിൽ നിന്നും അകന്നു കിടക്കുന്ന സ്ഥലങ്ങളെ, ആ ഡിസ്റ്റൻസ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ടെമ്പറേച്ചറിനെ
അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടറാണ്. ഓക്കെ. ദെൻ ഓഷ്യൻ കറൻസ്. നമുക്കറിയാം കോൾഡ് കറൻസും ഹോട്ട് കറൻസും ഉണ്ട്. ഓഷ്യനിലെ ഹോട്ട് കറൻസും കോൾഡ് കറൻസും ഉണ്ട്. കോൾഡ് ഏരിയയിൽ നിന്ന് വരുന്ന ഓഷ്യൻ കറൻസ് ഒക്കെ കോൾഡ് ആയിരിക്കും. ഹോട്ട് ഏരിയയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ഓഷ്യൻ കറൻസ് ഒക്കെ ഹോട്ട് ആയിരിക്കും. നമ്മുടെ ഇക്വേറ്ററിൻ്റെ ഭാഗത്തു നിന്നൊക്കെയുള്ള കറൻസ്, ഓഷ്യൻ കറൻസ് ഹോട്ട് കറൻസ് ആണ്. എന്നാൽ നോർത്ത് പോളിൽ നിന്നും സൗത്ത് പോളിൽ നിന്നും ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന ഓഷ്യൻ കറൻസ് കോൾഡ് കറൻസ് ആണ്. അപ്പോൾ ഈ ഹോട്ട് കറൻസും കോൾഡ് കറൻസും സ്പ്രെഡിങ് ഓഫ് ടെമ്പറേച്ചറിനെ, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ടെമ്പറേച്ചറിനെ അഫക്റ്റ് ചെയ്യും. ദെൻ റിലീഫ് എന്ന് പറയുന്നത് എന്താണ്? ഒരു സ്ഥലത്തിൻ്റെ ടോപ്പോഗ്രഫിയാണ്. അതായത് കുന്നുകളും മലകളും ഒക്കെയുള്ള പ്രദേശങ്ങളെയാണ് നമ്മൾ റിലീഫ് എന്ന് പറയുക. ഓക്കെ, അത് അതിൻ്റെ ടോപ്പോഗ്രഫിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു വേർഡാണ് റിലീഫ്. അപ്പോൾ ഈ ടോപ്പോഗ്രഫിയും ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ടെമ്പറേച്ചറിനെ അഫക്റ്റ് ചെയ്യും. അപ്പോൾ ഏതൊക്കെയാണ് ദ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ടെമ്പറേച്ചർ? ഇത് നിങ്ങൾക്ക് 4 മാർക്കിൻ്റെ ക്വസ്റ്റിനും 5 മാർക്കിൻ്റെ ക്വസ്റ്റിനും ഒക്കെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. കാരണം ഈ ഫാക്ടേഴ്സിനെ നമ്മൾ ഡീറ്റെയിൽഡായിട്ട് എഴുതി കഴിയുമ്പോൾ അതൊരു എസ്സേ ക്വസ്റ്റ്യനായി മാറും. എത്ര ഫാക്ടേഴ്സ് ഉണ്ട്? 1 2 3 4 5 6 ഫാക്ടേഴ്സ്. ഓക്കെ. എസ്സേ ആണെങ്കിൽ ഓരോ ഫാക്ടറിനെയും നമ്മൾ എഴുതി അണ്ടർലൈൻ ചെയ്തിട്ട് ആ ഓരോ ഫാക്ടറിനെ പറ്റി 2 or 3 പോയിൻറ്റ്സ് എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് പോയിൻറ്റ്സ് പഠിക്കാം. ഫസ്റ്റ് വൺ, ലാറ്റിറ്റ്യൂഡ് നമുക്കൊന്ന് കാണാം. മെയിൻ ലാറ്റിറ്റ്യൂഡ്സ്, ഇമ്പോർട്ടൻറ്റ് ലാറ്റിറ്റ്യൂഡ്സ്. ഓക്കെ, ഫസ്റ്റ് ഇക്വേറ്ററിലേക്ക് നോക്കുക. സെൻട്രൽ, ഇൻ ദ സെൻട്രൽ വി ക്യാൻ സീ ഇക്വേറ്റർ. ഓക്കെ, 0 ഡിഗ്രി ലാറ്റിറ്റ്യൂഡ്. ദെൻ നോർത്ത് ഹെമിസ്ഫിയർ, ട്രോപ്പിക് ഓഫ് ക്യാൻസർ 23.5 ഡിഗ്രി നോർത്ത്, Arctic Circle 66.5 degree north, and North Pole in the 90 degree north. Okay, then in the southern hemisphere, Tropic of Capricorn 23.5 degree south, Antarctic Circle 66.5 degree south, and South Pole 90 degree south. These are the important latitudes. നമുക്കറിയാം ലാറ്റിറ്റ്യൂഡ്സ് എന്ന് പറയുന്നത് 1 ഡിഗ്രി വെച്ച് വേണമെങ്കിൽ നമുക്ക് അതിനെ വരയ്ക്കാൻ പറ്റും. 1 ഡിഗ്രി വീതം വരച്ചാൽ നോർത്തേൺ ഹെമിസ്ഫിയറിൽ ടോട്ടലി എത്ര ലാറ്റിറ്റ്യൂഡുകൾ വരും? നമുക്കറിയാം, മാത്തമാറ്റിക്സ് അറിയാവുന്ന കുട്ടികൾക്കറിയാം, 180 ലാറ്റിറ്റ്യൂഡുകൾ വരും. അതുപോലെ സൗത്തേൺ ഹെമിസ്ഫിയറിലും 180 ലാറ്റിറ്റ്യൂഡുകൾ വരും. എത്ര ഇടവിട്ടാണെങ്കിൽ 1 ഡിഗ്രി. നമ്മളിവിടെ കാണിച്ചിരിക്കുന്നത് ഇമ്പോർട്ടൻറ്റ് ലാറ്റിറ്റ്യൂഡ്സ് മാത്രമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അങ്ങനെ ടോട്ടലി എത്ര ലാറ്റിറ്റ്യൂഡാണ് നമ്മുടെ എർത്തിൽ മൊത്തം ഉണ്ടാവുക? 360. 180 + 180 360 ലാറ്റിറ്റ്യൂഡ്സ്. ഓക്കെ, അപ്പോൾ ഈ ലാറ്റിറ്റ്യൂഡുകളെ എവിടെയാണെന്ന് നോക്കിയാൽ നമുക്ക് ആ പർട്ടിക്കുലർ പ്ലേസിൻ്റെ ടെമ്പറേച്ചറിനെ പറ്റി നമുക്ക് പ്രെഡിക്റ്റ് ചെയ്ത് പറയാൻ പറ്റും. 0 ഡിഗ്രി ലാറ്റിറ്റ്യൂഡിലാണ് സൺറൈസ്. നിങ്ങൾ നോക്കുക, സൺറൈസ് ആർ ഇൻ വെരി വെർട്ടിക്കൽ ഇൻ ദ ഇക്വറ്റോറിയൽ ഏരിയ. അവിടെ ഹോട്ടായിരിക്കും അല്ലേ, ടെമ്പറേച്ചർ വളരെ ഹോട്ടായിരിക്കും. ട്രോപ്പിക് ഓഫ് ക്യാൻസർ, ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ പോലെയുള്ള 23.5 ഡിഗ്രി നോർത്തിലേക്കും 23.5 ഡിഗ്രി 30 ഡിഗ്രിയൊക്കെ സൗത്തിലേക്കും വരുമ്പോൾ അവിടെ ടെമ്പറേറ്റ് ഏരിയാസ് ആയിരിക്കും. എന്താണ് അതിൻ്റെ അർത്ഥം? മിതോഷ്ണ ഏരിയകളായിരിക്കും, ടെമ്പറേറ്റ് ആയിരിക്കും. എന്നാൽ നമ്മൾ നോർത്ത് പോളിൻ്റെ 80 ഡിഗ്രി ആൻഡ് എബോവ്, ദെൻ ഇൻ സൗത്തേൺ ഹെമിസ്ഫിയർ 80 ഡിഗ്രി ആൻഡ് എബോവ്, അതായത് 90 ഡിഗ്രി വരെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഫ്രിഡ്ജിഡ് ആയിരിക്കും. ഫ്രിഡ്ജിഡ് മീൻസ് വെരി കോൾഡ് ഏരിയ ആയിരിക്കും, വെരി കോൾഡ്. അപ്പോൾ ലാറ്റിറ്റ്യൂഡ് നമ്മളെ എന്തിനെ സൂചിപ്പിക്കുന്നു? നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ടെമ്പറേച്ചറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടറാണ്. ലാറ്റിറ്റ്യൂഡ് കുറയും തോറും ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യും, ലാറ്റിറ്റ്യൂഡ് കൂടും തോറും ടെമ്പറേച്ചർ ഡിക്രീസ് ചെയ്യും. വെൻ ദ latitudes it decreases, then what happen? Temperature increases. Then when the number of latitude increases, what happen? Temperature decreases. Okay, ഈ ഡയഗ്രാം നിങ്ങളൊന്ന് നോട്ട് ബുക്കിൽ വരയ്ക്കുന്നത് നല്ലതാണ്. വാട്ട് ഈസ് ദി ഇൻഫ്ലുവൻസ് ഓഫ് ലാറ്റിറ്റ്യൂഡ്സ് ഇൻ ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ടെമ്പറേച്ചർ? നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് വരാം. ഓൺ ടു ദ സ്പെറിക്കൽ ഷേപ്പ് ഓഫ് ദി എർത്ത്, the incidence of sun rays are more inclined away from the equator towards the poles. So spherical shape of the, നമുക്കറിയാം എർത്തിൻ്റെ അതിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് സ്പെറിക്കലാണ് അല്ലേ, സ്പെറിക്കൽ ഷേപ്പാണ്, ഒരു ഓവൽ ഷേപ്പാണ്.
അപ്പോൾ ആ ഷേപ്പ് കൊണ്ട് ദ ഇൻസിഡൻസ് ഓഫ് സൺറൈസിൻ്റെ എഫക്റ്റ് മോർ ഇൻക്ലൈൻഡ് എവേ ഫ്രം ഇക്വേറ്റർ ടുവേർഡ്സ് ദ പോൾസ്. ആ ഇക്വേറ്ററിനും പോൾസിലേക്ക് പോകുമ്പോൾ, ഇക്വേറ്റർ ഭാഗത്തു നിന്നും പോൾസിലേക്ക് പോകുമ്പോൾ എർത്തിൻ്റെ ഈ സ്പെറിക്കൽ ഷേപ്പ് കൊണ്ട് സൺറൈസിൻ്റെ ഇൻസിഡൻസ് അത് ഇൻക്ലൈൻ അത് സ്ലോപ്പി ആയി വരുന്നു, അല്ലെങ്കിൽ അത് ചെരിഞ്ഞു പതിക്കുന്നു. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? ഇക്വേറ്റർ ഏരിയയിൽ ഹൈ ടെമ്പറേച്ചറും പോളാർ ഏരിയയിൽ ലോ ടെമ്പറേച്ചറും നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്നു. ദസ് ദ ടെമ്പറേച്ചർ ഗ്രാജുവലി ഡിക്രീസസ് ടുവേർഡ്സ് ബോത്ത് പോൾസ്. പോൾസിലേക്ക് പോകുമ്പോൾ ടെമ്പറേച്ചർ ഗ്രാജുവലി ഡിക്രീസസ്, ഒറ്റയടിക്ക് ഡിക്രീസ് ചെയ്യുകയല്ല, ഗ്രാജുവലി ടെമ്പറേറ്റ് സോണിൽ ചെല്ലുന്നു. ടെമ്പറേറ്റ് സോണിൽ നിന്നും ഗ്രാജുവലി നമ്മൾ ഫ്രിജിഡ് സോണിലേക്ക് പോകുന്നു. ഓക്കെ, ദെൻ ഈ ഒരു ചിത്രം നിങ്ങൾക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഒരു ചിത്രമാണ്. നമ്മുടെ ഡിഫറെൻറ്റ് ടെമ്പറേച്ചർ സോൺസ് ആണ് ഇവിടെ തന്നിരിക്കുക. അപ്പോൾ ഈ ടെമ്പറേച്ചർ ഇങ്ങനെ ഡിഫറെൻ്റ് ആകുന്നത് കൊണ്ട്, ഡിഫറൻസ് ഇൻ ടെമ്പറേച്ചർ കൊണ്ട് നമുക്ക് നമ്മുടെ എർത്തിനെ പല ടെമ്പറേച്ചർ സോൺസ് ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട ടെമ്പറേച്ചർ സോൺസ്? ഫസ്റ്റ് ഇക്വേറ്ററിൻ്റെ ഭാഗത്ത് നോക്കുക, ടോറിഡ് സോൺസ്, ഹൈ ടെമ്പറേച്ചർ സോൺസ്, ടോറിഡ് സോൺസ്. അതിൻ്റെ ലാറ്റിറ്റ്യൂഡുകളുടെ ഏത് ലാറ്റിറ്റ്യൂഡുകളുടെ ഇടയ്ക്കാണ് ഈ ടോറിഡ് സോൺ വരിക? 23.5 ഡിഗ്രി സൗത്ത് ടു 23.5 ഡിഗ്രി നോർത്ത്. ഓക്കെ, ബോത്ത് സൈഡ്സ് ഓഫ് ഇക്വേറ്റർ, ടോറിഡ് സോൺ, ഹൈ ടെമ്പറേച്ചർ സോൺസ്. ദെൻ യെല്ലോ കളറിലേക്ക് നോക്കിയേ, നോർത്ത് ടെമ്പറേറ്റ് സോൺ ആൻഡ് സൗത്ത് ടെമ്പറേറ്റ് സോൺ. ഈ രണ്ട് സോണുകളും ടെമ്പറേറ്റ് സോണാണ്, മിതോഷ്ണ മേഖലയാണ്. ഏതാണ് അതിൻ്റെ ലാറ്റിറ്റ്യൂഡുകളുടെ ആ ഒരു അതിൻ്റെ അറ്റത്ത് വരുന്ന ലാറ്റിറ്റ്യൂഡ് ഏതൊക്കെയാണ്? 23.5 ഡിഗ്രി നോർത്ത് ടു 66.5 ഡിഗ്രി നോർത്ത്, അതാണ് നോർത്ത് ടെമ്പറേറ്റ് സോൺ. ദെൻ 23.5 ഡിഗ്രി സൗത്ത് ടു 66.5 ഡിഗ്രി സൗത്ത് ടെമ്പറേറ്റ് സോൺ, അല്ലേ, മിതോഷ്ണ മേഖല. ഓക്കെ, ദെൻ 66.5 ഡിഗ്രി ടു 90 ഡിഗ്രി നോർത്തിൽ ഏതാണെന്ന് നോക്കിയേ, നമ്മുടെ സോൺ നോർത്ത് ഫ്രിജിഡ് സോൺ. അപ്പോൾ ഇത് രണ്ടും ഫ്രിജിഡ് സോണാണ്. ഒന്നിനെ നമ്മൾ നോർത്ത് ഫ്രിജിഡ് സോൺ എന്നും, നമ്മൾ സൗത്തേൺ ഹെമിസ്ഫിയറിലെ ഫ്രിജിഡ് സോണിനെ നമ്മൾ സൗത്ത് ഫ്രിജിഡ് സോൺ എന്നും വിളിക്കുന്നു. അതിൻ്റെ ലാറ്റിറ്റ്യൂഡുകളുടെ ആ ഇടയിൽ ഏതാണ് വരിക? 66.5 ഡിഗ്രി സൗത്ത് ടു 90 ഡിഗ്രി സൗത്ത്, 90 ഡിഗ്രി സൗത്ത്. ഓക്കെ, ഇതാണ് ടെമ്പറേച്ചർ സോൺസ്. അപ്പോൾ ടെമ്പറേച്ചർ സോൺസിൻ്റെ ഒരു ചിത്രവും വരച്ചു വെക്കുക, ഈ ഒരു ഡയഗ്രം കൂടി വരച്ചിടുക. അതിൻ്റെ നമ്മുടെ ലാറ്റിറ്റ്യൂഡുകളുടെ നമ്പറും കാര്യങ്ങളും എല്ലാം കൃത്യമായിട്ട് എഴുതുക. ലാറ്റിറ്റ്യൂഡുകളുടെ നമ്പർ എഴുതുമ്പോൾ നമ്പർ മാത്രം പോരാ, അത് നോർത്തേൺ ഹെമിസ്ഫിയറിലാണോ സൗത്തേൺ ഹെമിസ്ഫിയറിലാണോ എന്നുള്ളതിൻ്റെ എന്നും എസ്സും ഇടാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ടെമ്പറേച്ചറും ലാറ്റിറ്റ്യൂഡും തമ്മിലുള്ള കണക്ഷൻ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. അതിൻ്റെ ഇൻഫ്ലുവൻസ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. വെൻ latitude increases, temperature decreases. Latitude decreases, temperature increases. Okay, then the next factor, height. What is the influence of altitude? Altitude in the distribution of temperature. When altitude increases, temperature decreases. Look at this diagram. There you can see the altitude and the temperature. Okay, altitude 0 kilometer, what is the temperature? 30 degrees temperature. Altitude 1 kilometer, അതായത് ഹൈറ്റ് 1 കിലോമീറ്ററിലേക്ക് ഹൈറ്റ് ആയപ്പോൾ what happened? The temperature decreases as 23.6 degrees Celsius. Then altitude again increases 2 kilometer, what happened? Temperature again decreases 17.2 degrees Celsius, 17.2 degree. Then altitude 3 kilometer, altitude increases again. What happened? Temperature decreases. Like that, temperature decreases in 5 kilometer minus 2 degrees Celsius. Then what is the temperature in 6 kilometer? നമ്മൾ കണ്ടുപിടിക്കണം 6 കിലോമീറ്ററിൽ എത്രയായിരിക്കും ടെമ്പറേച്ചർ. അതായത് ഫസ്റ്റ് ടെമ്പറേച്ചർ നമ്മളുടെ ഡിഫറൻസ് നിങ്ങളൊന്ന് കണ്ടുപിടിച്ചേ. 0 ഡിഗ്രിയിൽ നിന്നും 1 കിലോമീറ്ററിലേക്ക് ഹൈറ്റ് ഇൻക്രീസ് ചെയ്തപ്പോൾ ടെമ്പറേച്ചർ എത്ര ഡിക്രീസ് ചെയ്തു? 30 ഡിഗ്രി മൈനസ് 23.6 ഡിഗ്രി. അത് തമ്മിൽ മൈനസ് ചെയ്യുക. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 6.4 ഡിഗ്രി സെൽഷ്യസ്.
അപ്പോൾ 1 കിലോമീറ്റർ ഇൻക്രീസ് ചെയ്യുമ്പോൾ, ഹൈറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ടെമ്പറേച്ചർ റെഡ്യൂസ് ചെയ്യുന്നത് 6.4 ഡിഗ്രി ആയിരിക്കും. 6.4. ഓക്കെ. അപ്പോൾ നിങ്ങൾ അടുത്തത് നോക്കിയോ, 1 കിലോമീറ്ററിൽ നിന്ന് 2 കിലോമീറ്ററിലേക്ക് പോയപ്പോൾ എത്ര ഡിക്രീസ് ഉണ്ടായി? 23.6 നിന്നും 17.2 നിങ്ങളൊന്ന് മൈനസ് ചെയ്ത് നോക്കണം. അപ്പോഴും നിങ്ങൾക്ക് ലഭിക്കുന്നത് 6.4 ആയിരിക്കും. 6.4. അപ്പോൾ എല്ലാം 6.4 ആണ്. അങ്ങനെയാണെങ്കിൽ 6 കിലോമീറ്ററിലെ ടെമ്പറേച്ചർ എത്രയായിരിക്കും എന്ന് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തെടുക്കണം. അതെന്ത് ചെയ്താൽ മതി? -2 അതിൽ നിന്നും -2 മൈനസ് 6.4. അപ്പോൾ എന്ത് ചെയ്താൽ മതി? -2 പ്ലസ് -6.4. അപ്പോൾ എത്ര കിട്ടും? -8.4. -8.4. ഓക്കെ. വീണ്ടും കുറയും അല്ലേ? -2ൽ നിന്നും 1 കിലോമീറ്റർ വീണ്ടും ഹൈറ്റിലേക്ക് പോകുമ്പോൾ ടെമ്പറേച്ചർ വീണ്ടും മൈനസിലേക്ക് പോകും. -8.4. -8.4. ഓക്കെ. അപ്പോൾ നമുക്കൊരു ക്വസ്റ്റ്യനിലേക്ക് വരാം. വൈ ഡു വി എക്സ്പീരിയൻസ് low temperature at places situated at higher elevations such as ഊട്ടി, മൂന്നാർ ആൻഡ് കൊടൈക്കനാൽ? ഊട്ടി, മൂന്നാർ, കൊടൈക്കനാൽ പോലെയുള്ള ഹൈ എലിവേഷൻ ആയിട്ടുള്ള സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ നമുക്ക് ടെമ്പറേച്ചർ ലോ ആകുന്നു. എന്തുകൊണ്ട്? അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ ഗ്രാജുവലി ഡിക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ആൾട്ടിറ്റ്യൂഡ്. സോ ടെമ്പറേച്ചർ ഡിക്രീസസ് when increase in altitude. When altitude increases, temperature decreases. This is the rate at the rate of 6.4 degrees Celsius per kilometer of altitude. ഓരോ പെർ കിലോമീറ്റർ ആൾട്ടിറ്റ്യൂഡിനും ഈ ഒരു ഡിക്രീസ് എന്ന് പറയുന്ന ടെമ്പറേച്ചറിൻ്റെ ഡിക്രീസ് എന്ന് പറയുന്നത് അറ്റ് ദ റേറ്റ് ഓഫ് 6.4 ഡിഗ്രി. ഓരോ കിലോമീറ്ററിനും 6.4 ഡിഗ്രി ആയിരിക്കും മൈനസ് ആകുക. അത്രയും ആയിരിക്കും റെഡ്യൂസ് ആകുക. ഓക്കെ. ദ ഫിനോമിനൻ ഓഫ് ഗ്രാജുവൽ ഡിക്രീസ് ഇൻ ടെമ്പറേച്ചർ at the rate of 6.4 degrees Celsius per kilometer of altitude is termed as normal lapse rate. ഒരു പുതിയ ഒരു കീ വേർഡാണ് നോർമൽ ലാപ്സ് റേറ്റ്. എന്താണ് നോർമൽ ലാപ്സ് റേറ്റ്? അതൊരു ഷോർട്ട് ആൻസർ ആയിട്ടും വരാം. എന്താണ് ആൻസർ? ദ ഫിനോമിനൻ ഓഫ് ഗ്രാജുവൽ ഡിക്രീസ് ഇൻ ടെമ്പറേച്ചർ at the rate of 6.4 degrees Celsius per kilometer of altitude is termed as നോർമൽ ലാപ്സ് റേറ്റ്. അപ്പോൾ ഓരോ 1 കിലോമീറ്ററിനും 6.4 ഡിഗ്രി വീതം ടെമ്പറേച്ചർ റെഡ്യൂസ് ആകുന്ന ഫിനോമിനന് പറയുന്ന പേരാണ് നോർമൽ ലാപ്സ് റേറ്റ്. ഓക്കെ. അപ്പോൾ ആൾട്ടിറ്റ്യൂഡും ടെമ്പറേച്ചറും തമ്മിലുള്ള ഇൻഫ്ലുവൻസ് നിങ്ങൾ കണ്ടു. അത് തമ്മിലുള്ള കണക്ഷൻ എന്താണെന്ന് നിങ്ങൾ കണ്ടു. വെൻ ആൾട്ടിറ്റ്യൂഡ് ഇൻക്രീസസ്, ടെമ്പറേച്ചർ ഡിക്രീസസ് അറ്റ് ദ റേറ്റ് ഓഫ് 6.4 ഡിഗ്രി സെൽഷ്യസ് for every per kilometer of altitude. Okay. Then third factor, distance from tree. C. ഒരു സ്ഥലത്തിന് സിയിൽ നിന്നുള്ള ഡിസ്റ്റൻസ് അവിടുത്തെ ടെമ്പറേച്ചറിൻ്റെ ഡിസ്ട്രിബ്യൂഷനെ അഫക്റ്റ് ചെയ്യും. നിങ്ങൾ ഈ പിക്ചറിലേക്ക് നോക്കുക. നമ്മുടെ ഇന്ത്യയുടെ സൗത്ത് ഭാഗമാണ് പിക്ചറിൽ തന്നിരിക്കുന്നത്. എ, ബി 2 പ്ലേസസ് മാർക്ക് ചെയ്തിട്ടുണ്ട്. എന്താണ് എ എന്ന് പറയുന്ന പ്ലേസിൻ്റെ പ്രത്യേകത? അത് സിയോട് വളരെ ക്ലോസ് ആണ്, സിയോട് വളരെ അടുത്തിരിക്കുന്നു. എന്നാൽ ബിയോ സിയിൽ നിന്നും വളരെ അകലെയുള്ള ഒരു പ്രദേശമാണ് ബി. അപ്പോൾ സിയോട് വളരെ ഡിസ്റ്റൻസ് കുറഞ്ഞ ഒരു സ്ഥലവും സിയിൽ നിന്നും ഡിസ്റ്റൻസ് ധാരാളമുള്ള ഒരു സ്ഥലവും തന്നിരിക്കുക. എന്നിട്ട് നമ്മളോട് ചോദിക്കുകയാണ്, ഈ മോഡറേറ്റ് ടെമ്പറേച്ചർ ഇവിടെ എവിടെയായിരിക്കും? എക്സ്ട്രീം ടെമ്പറേച്ചർ എവിടെയായിരിക്കും? നമുക്കറിയാം പ്ലേസ് എ ആയിരിക്കും മോഡറേറ്റ് ടെമ്പറേച്ചർ ഉള്ള സ്ഥലം. എന്തുകൊണ്ടാണ്? സിയുടെ പ്രസൻസ് അവിടുത്തെ ടെമ്പറേച്ചറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു, അതിനെ മോഡറേറ്റ് ചെയ്യുന്നു. എക്സ്ട്രീം ഹോട്ടോ എക്സ്ട്രീം കോൾഡോ എയിൽ ഉണ്ടാകുന്നില്ല. കാരണം എന്താണ്? അവിടുത്തെ സിയുടെ പ്രസൻസ് ആണ് അതിൻ്റെ കാരണം. കടലിൽ നിന്ന് വരുന്ന സീ ബ്രീസും കടലിലുള്ള ഓഷ്യൻ കറൻസ്, പല കാര്യങ്ങൾ, കടല് കൂളാകുകയും ഹോട്ടാകുകയും ചെയ്യുന്നതിൻ്റെ വ്യത്യാസം, ഇതെല്ലാം ഏത് പ്രദേശത്തെ ക്ലൈമറ്റിനെ ബാധിക്കും? അവിടുത്തെ ടെമ്പറേച്ചറിനെ ബാധിക്കും. എ. അപ്പോൾ എയിൽ എക്സ്ട്രീം ക്ലൈമറ്റ് ഇല്ല, എക്സ്ട്രീം ഹോട്ടോ എക്സ്ട്രീം കോൾഡോ ഇല്ല, മോഡറേറ്റ് ടെമ്പറേച്ചർ. എന്നാൽ ബിയിലെ ടെമ്പറേച്ചറിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ അവിടെ ഓഷ്യൻ ഇല്ല,
അവിടെ സീ ഇല്ല, സിയിൽ നിന്നും ദൂരെയാണ്. സോ വാട്ട് ഹാപ്പൻ ഇൻ ബി ദർ ഈസ് എക്സ്ട്രീം ക്ലൈമറ്റ്. ദാറ്റ് മീൻസ് ടെമ്പറേച്ചർ ടു ഹോട്ട് ഓർ ടു കോൾഡ്. വിൻ്റർ സീസണിൽ കൂടുതലാകാം, സമ്മർ സീസണിൽ വലിയ ഹോട്ട് ഉണ്ടാകാം, പകൽ സമയത്ത് വലിയ ഹോട്ടാകാം. ഓക്കെ, ആ രീതിയിൽ അവിടുത്തെ ടെമ്പറേച്ചർ എയിലെ ടെമ്പറേച്ചറിനും എൻറ്റയർലി ഡിഫറെൻ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ നിയർനെസ് ടു സീ, ഡിസ്റ്റൻസ് ഫ്രം സീ ഇൻഫ്ലുവൻസ് ദ distribution of temperature of a place. The wind blowing from the land to the sea and vice versa helped a moderate temperature experience along the coastal area. Moderate temperature. Away from the sea, the maritime influence gradually decreases to cause very high day temperature and low night temperature. In B, very high day temperature and very low night temperature. Very high temperature in summer season and very low temperature in winter season. Okay, so no effect of the sea, the presence of sea in B, but the presence of sea is very much influence the distribution of temperature in place A. Okay, അപ്പോൾ ഡിസ്റ്റൻസ് ഫ്രം സീ എന്ന് പറയുന്നതും ടെമ്പറേച്ചറിൻ്റെ ഡിസ്ട്രിബ്യൂഷനെ വളരെയേറെ അഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. സീയിൽ നിന്ന് അടിക്കുന്ന കാറ്റുകൾ, അതുപോലെ തന്നെ ലാൻഡിൽ നിന്ന് സീയിലേക്ക് പോകുന്ന ലാൻഡ് ബ്രീസ്, സീയിൽ നിന്നും ലാൻഡിലേക്ക് വരുന്ന സീ ബ്രീസ്, ഇതെല്ലാം അവിടുത്തെ ക്ലൈമറ്റിനെ അഫക്റ്റ് ചെയ്യും, അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ടെമ്പറേച്ചറിനെ അഫക്റ്റ് ചെയ്യും. ഡൂർണൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ ഈസ് ജനറലി ലോ ഇൻ കേരളം. വൈ? കേരളത്തിൽ ഡൂർണൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ വളരെ ലോ ആയിരിക്കും. നമ്മുടെ ഡൂർണൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ 2, 3, 4, 5 അവിടെ വരെയൊക്കെ വരുള്ളൂ. 5 ഡിഗ്രിയൊക്കെ ആയിരിക്കും ഡൂർണൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ. എന്താ ഈ ഡൂർണൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത്? മാക്സിമം ടെമ്പറേച്ചറും മിനിമം ടെമ്പറേച്ചറും തമ്മിലുള്ള വ്യത്യാസത്തിനാണ് പറയുന്നത് ഡൂർണൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ. നമ്മൾ സെക്കൻഡ് വീഡിയോയിൽ അത് പഠിച്ചതാണ്. ഡൂർണൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ എപ്പോഴാണ് ഹൈ ആയിട്ടിരിക്കുക? മാക്സിമം ടെമ്പറേച്ചർ വലിയ ഒരു സംഖ്യയും മിനിമം ടെമ്പറേച്ചർ ചെറിയൊരു സംഖ്യയും ആകുമ്പോഴാണ് അത് തമ്മിലുള്ള ഡിഫറൻസ് വലിയൊരു സംഖ്യയാകുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ മാക്സിമം ടെമ്പറേച്ചർ 40 ഡിഗ്രി, മിനിമം ടെമ്പറേച്ചർ 20 ഡിഗ്രി. അപ്പോൾ അത് നമ്മളുടെ വ്യത്യാസം എത്ര വരും? 40 - 20 എന്നുള്ള ഒരു വലിയ സംഖ്യ വരും. എന്നാൽ കേരളം പോലെയുള്ള സ്ഥലത്ത് മാക്സിമം ടെമ്പറേച്ചർ 38 ആണെങ്കിൽ മിനിമം ടെമ്പറേച്ചർ നമുക്ക് 32 ഒക്കെ ആയിരിക്കും. അല്ലെങ്കിൽ മാക്സിമം ടെമ്പറേച്ചർ നമുക്ക് 34 ആണെങ്കിൽ മിനിമം ടെമ്പറേച്ചർ എത്ര വരും? നമുക്കൊരു 26 ഒക്കെ ആയിരിക്കും. അപ്പോൾ മിക്കവാറും ഒക്കെ നമ്മുടെ ഈ ഡൂർണൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ 10ലും താഴെ ആയിരിക്കും, 8 or 7 ഒക്കെ വരുള്ളൂ. ഓക്കെ, അതിൻ്റെ കാരണം എന്താണ്? കേരളം ഈസ് സിറ്റുവേറ്റഡ് ഇൻ ദ കോസ്റ്റൽ ഏരിയ. മോഡറേറ്റ് ടെമ്പറേച്ചർ ഇൻ കേരള വി ഹാവ് മോഡറേറ്റ് ടെമ്പറേച്ചർ. മാക്സിമം ടെമ്പറേച്ചർ it is moderate and minimum temperature is also moderate. Okay, so the difference between maximum temperature and minimum temperature is very low in Kerala. Kerala is situated in the coastal area. The wind blowing from the land to the sea and vice versa help to moderate the temperature. So we have moderate temperature because of the presence of this land breeze and sea breeze. So we do not experience very high maximum temperature and too low minimum temperature. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമുക്ക് മോഡറേറ്റ് ടെമ്പറേച്ചർ ആയതുകൊണ്ട് വെരി ഹൈ മാക്സിമം ടെമ്പറേച്ചറോ ടു ലോ മിനിമം ടെമ്പറേച്ചറോ ഒരിക്കലുമില്ല. ദാറ്റ് ഇസ് ദ റീസൺ. Diurnal range of temperature is the difference between maximum temperature and minimum temperature. So diurnal range of temperature is generally low in Kerala. But diurnal range of temperature is generally low in Kerala because the Kerala is situated along the coastal area. Moderate temperature. We experience moderate temperature. Now the next factor, ocean currents. അപ്പോൾ 2 തരം ഓഷ്യൻ കറൻസിനെ നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്താം. ഇവിടെ നിങ്ങൾ ബ്ലൂ കളറിൽ കാണുന്ന ഓഷ്യൻ കറണ്ട് നോക്കുക, ലാബ്രഡോർ അല്ലേ, അവിടെ പേര് തന്നിട്ടുണ്ട് ലാബ്രഡോർ. ഈ ലാബ്രഡോർ കറണ്ട് എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുക? നോർത്ത് പോൾ. സോ ഇറ്റ് ഈസ് കോൾഡ് കറൻറ്റ്. അതാണ് അതിന് നീല കളർ കൊടുത്തിരിക്കുന്നത്. ബട്ട് ലുക്ക് അറ്റ് ദ നെക്സ്റ്റ് റെഡ് കളർ ആരോ, ഇറ്റ് ഈസ് ഹോട്ട് കറൻറ്റ്. അത് എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുക? ഫ്രം ദ ഇക്വറ്റോറിയൽ ഏരിയ. ദിസ് ഗൾഫ് സ്ട്രീം, ഇറ്റ് ഈസ് എ ഹോട്ട് കറൻറ്റ്. And Norwegian is also hot current. Hot current എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുക? ഇൻ ദ ഇക്വറ്റോറിയൽ ഏരിയ. സോ ദിസ് ഹോട്ട് കറൻറ്റ്സ് ആൻഡ് കോൾഡ് കറൻറ്റ്സ് ക്യാൻ ഇൻഫ്ലുവൻസ്
ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ടെമ്പറേച്ചർ ഇൻ ദ കോസ്റ്റൽ ഏരിയ. അപ്പം നമുക്കതിനെപ്പറ്റി ഒന്ന് പഠിക്കാം. കോസ്റ്റൽ ഏരിയയിലെ ടെമ്പറേച്ചറിനെ ഈ ലാബ്രഡോർ കറണ്ടിൻ്റെ സമീപത്ത് കിടക്കുന്ന ഏരിയകളൊക്കെ നിങ്ങളൊന്ന് നോക്കുക. അവിടെയുള്ള ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ടെമ്പറേച്ചറിനെ ഈ കോൾഡ് കറണ്ടിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും. അവിടുത്തെ കോൾഡ് കറണ്ട് വരുമ്പോൾ അതിന് സമീപത്തുള്ള കോസ്റ്റൽ ഏരിയയുടെ ടെമ്പറേച്ചറിന് എന്ത് സംഭവിക്കും? റെഡ്യൂസ് ആകും. എന്നാൽ ഒരു ഏരിയയിലേക്ക് ഹോട്ട് കറണ്ട് വരുമ്പോൾ ആ കോസ്റ്റൽ ഏരിയയിലുള്ള സ്ഥലങ്ങളുടെ ടെമ്പറേച്ചർ എന്താകും? അപ്പാകും, അല്ലേ? അത് ഇൻക്രീസ് ചെയ്യും. അപ്പോൾ ഓഷ്യൻ കറൻസിനെ കോസ്റ്റൽ ഏരിയയുടെ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ടെമ്പറേച്ചറിനെ തീർച്ചയായിട്ടും അതിനെ അഫക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും, ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ട് സാധിക്കും. നമുക്കതിൻ്റെ ആൻസർ പഠിക്കാം. ദ ടെമ്പറേച്ചർ along the coastal regions is raised or lowered by the warm currents and cold currents respectively as they pass by. അപ്പോൾ കോൾഡ് കറൻസും ഹോട്ട് കറൻറ്റിൻ്റെ മറ്റൊരു പേരാണ് വാം കറൻസ്. വാം കറൻസും കോൾഡ് കറൻസും ഒരു കോസ്റ്റൽ ഏരിയയിലൂടെ പാസ് ചെയ്യുമ്പോൾ ആ കോസ്റ്റൽ ഏരിയയുടെ ടെമ്പറേച്ചറിനെ റേസ് ചെയ്യാനും ലോവർ ചെയ്യാനും സാധിക്കും. When the warm current passes by a coastal area, it raises the temperature, and when the cold current passes through an area, it reduces the temperature of that particular coastal area. Okay, so that is the effect of this ocean currents. രണ്ട് എക്സാമ്പിൾ തന്നിട്ടുണ്ട്. For example, the warm currents called North Atlantic current gives relief for Western European countries from severe cold. North Atlantic current, it is a hot current, so it gives relief to the Western European countries from severe cold. വെസ്റ്റേൺ യൂറോപ്യൻ രാജ്യങ്ങളിൽ സിവിയർ കോൾഡായിട്ടിരിക്കുന്ന സമയത്ത് ഈ ഹോട്ട് കറണ്ട്, നോർത്ത് അറ്റ്ലാന്റിക് കറണ്ട് അതുവഴി പാസ് ചെയ്യും. അപ്പോൾ അവർക്ക് ആ സിവിയർ കോൾഡിന് ഒരു റിലീഫ് കിട്ടും. എന്ന് പറഞ്ഞാൽ എന്താണ്? ആ കോസ്റ്റൽ ഏരിയയുടെ ഹോട്ട്നെസ് ഇച്ചിരി ഒന്ന് ഇൻക്രീസ് ചെയ്യിക്കും. ഓക്കെ, ദെൻ നെക്സ്റ്റ് എക്സാമ്പിൾ നോക്കിയേ, ലാബ്രഡോർ കറണ്ടിനെ പറ്റി. അതൊരു കോൾഡ് കറണ്ടാണെന്ന് നിങ്ങൾക്കറിയാം. ബട്ട് ദ പ്ലേസസ് സിറ്റുവേറ്റഡ് അലോങ് ദ നോർത്ത് ഈസ്റ്റേൺ കാനഡയുടെ ഭാഗത്ത് വിച്ച് ആർ ഓൾസോ ഇൻ ദ സെയിം ലാറ്റിറ്റ്യൂഡ്, ഈ വെസ്റ്റേൺ യൂറോപ്യൻ രാജ്യങ്ങളുടെ അതേ ലാറ്റിറ്റ്യൂഡിൽ കിടക്കുന്ന സ്ഥലമാണ് നോർത്ത് ഈസ്റ്റേൺ കാനഡ. പക്ഷേ അവിടെ എന്താണ് സംഭവിക്കുക? ഇറ്റ് എക്സ്പീരിയൻസ് സിവിയർ കോൾഡ് ഡ്യൂ ടു ദ ഇൻഫ്ലുവൻസ് ഓഫ് ലാബ്രഡോർ കോൾഡ് കറണ്ട്. ലാബ്രഡോർ കറണ്ട്, കോൾഡ് കറണ്ട് അതുവഴി വരുന്നത് കൊണ്ട് അവിടെ സിവിയർ കോൾഡാണ് അനുഭവപ്പെടുക നോർത്ത് ഈസ്റ്റേൺ കാനഡയിൽ. വൈ? ബിക്കോസ് ദിസ് ലാബ്രഡോർ കറണ്ട് it reduces the temperature of northeastern Canada, so they experience severe cold. But this North Atlantic current increase the temperature of Western European countries, so their severe cold was they have a relief from severe cold. കണ്ടോ, രണ്ട് സ്ഥലങ്ങളിലെ ഒരിടത്ത് സിവിയർ കോൾഡിന് റിലീഫ് കിട്ടുന്നു, മറ്റേടത്തോ സിവിയർ കോൾഡിനെ ഒന്നുകൂടി സിവിയർ ആക്കുന്നു. കാരണം എന്താണ്? രണ്ട് കറൻറ്റും രണ്ട് ടൈപ്പാണ്. ഒന്ന് ഹോട്ട് കറൻറ്റും മറ്റേത് കോൾഡ് കറൻറ്റുമാണ്. ഈ രണ്ട് പ്ലേസസും കിടക്കുന്ന ഇവിടെ തന്നെയാണ്, ഒരേ ലാറ്റിറ്റ്യൂഡിലാണ്. അപ്പോൾ മനസ്സിലായല്ലോ, ഓഷ്യൻ കറൻസിനെ ഒരു പ്രദേശത്തിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ടെമ്പറേച്ചറിനെ അഫക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ദെൻ നമ്മൾ ലാസ്റ്റ് ഫാക്ടറിലേക്ക് വരികയാണ്, റിലീഫ് എന്ന് പറയുന്നത് എന്താണ്? ഈ ഒരു ടോപ്പോഗ്രഫി, ഇവിടെ നിങ്ങൾ ഈ പിക്ചറിൽ കാണുന്ന ടോപ്പോഗ്രഫി, അതായത് ഇത് ഒരു മൗണ്ടനൊക്കെയുള്ള ടോപ്പോഗ്രഫി. ഇവിടെ സൺറൈസ് വരുമ്പോൾ നിങ്ങൾ രണ്ട് പ്ലേസസ് അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്, പ്ലേസ് എ ആൻഡ് ബി. എവിടെയായിരിക്കും കൂടുതൽ സൺറൈസിൻ്റെ എഫക്റ്റ് ഉണ്ടാവുക? പ്ലേസ് ബിയിലാണ്. കാരണം എന്താണ്? അത് സൺറൈസിനോട് അതിനെ അഭിമുഖീകരിച്ച് നിൽക്കുന്നു. എന്നാൽ പ്ലേസ് എയിലേക്ക് വരുമ്പോൾ എന്ത് സംഭവിക്കുന്നു? മൗണ്ടൻ്റെ ടോപ്പ് ഉള്ളത് കൊണ്ട്, മൗണ്ടൻ്റെ ആ ഒരു എന്താണ് അതിൻ്റെ ഹൈറ്റ് ഉള്ളത് കൊണ്ട് എ പ്രദേശത്തേക്ക് സൺറൈസ് അത്ര കാര്യമായിട്ട് കിട്ടുന്നില്ല. അതുകൊണ്ട് ഈ രണ്ട് പ്രദേശത്തും എയിലും ബിയിലും ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ടെമ്പറേച്ചർ ഡിഫറെൻ്റ് ആയിരിക്കും. കറക്റ്റ് അല്ലേ? അപ്പോൾ റിലീഫും ഏതിന് കാരണമാകുന്നു? ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ടെമ്പറേച്ചറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ടോപ്പോഗ്രഫി, the availability of sunlight differs from one place to another in accordance with the relief. അപ്പോൾ ആ ടോപ്പോഗ്രഫി അനുസരിച്ച് അവൈലബിലിറ്റി ഓഫ് സൺലൈറ്റ് ഡിഫർ. നമ്മുടെ വീടിൻ്റെ പ്രദേശത്ത് തന്നെ നമുക്കറിയാം, എന്തെങ്കിലും സാധനമൊക്കെ നമ്മൾ ഉണങ്ങാൻ വെക്കുമ്പോൾ നമ്മൾ എവിടെ കൊണ്ടുപോയി വെക്കുന്നത്? നല്ല
സൺറൈസ് കിട്ടുന്നിടത്ത് കൊണ്ടുവെക്കും. എല്ലാ പ്രദേശത്തും അങ്ങനെ നമുക്ക് സാധനങ്ങൾ ഉണങ്ങാനിടാൻ പറ്റുമോ? ഇല്ല. നിങ്ങൾ വീട്ടിൽ ശ്രദ്ധിക്കുക. കാരണം എന്താ, ചില സ്ഥലങ്ങളിൽ ആ ടോപ്പോഗ്രഫി അനുസരിച്ച് ചില സ്ഥലങ്ങളിൽ നല്ല സൺറൈസ് കിട്ടും, എന്നാൽ വേറെ ചില സ്ഥലങ്ങളിൽ സൺറൈസ് കിട്ടത്തില്ല. അപ്പോൾ എവിടെയാണോ കൂടുതൽ സൺറൈസ് കിട്ടുന്നത് അവിടെയായിരിക്കും ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ടെമ്പറേച്ചർ നല്ല രീതിയിൽ നടക്കുക, മറ്റേ സ്ഥലങ്ങളിലോ നടക്കുകയില്ല. അതുതന്നെയാണ് ഇവിടെ പറയുന്നത്. ദ അവൈലബിലിറ്റി ഓഫ് സൺലൈറ്റ് ഡിഫേഴ്സ് ഫ്രം വൺ പ്ലേസ് ടു അനദർ ഇൻ അക്കോർഡൻസ് വിത്ത് ദ റിലീഫ്. ഡ്യൂ ടു ദിസ് ഡിഫറൻസ് the mountain slopes facing the sun experience higher temperature and opposite slope experience lower temperature. Mountain slope facing the sun experience high temperature and opposite slope experience low temperature. Is it correct? Yes, correct. അപ്പോൾ റിലീഫ് എന്ന് പറയുന്നതും ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ടെമ്പറേച്ചറിനെ അഫക്റ്റ് ചെയ്യും. റിലീഫ് എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, ഇത് ടോപ്പോഗ്രഫിയുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള വേർഡാണ് റിലീഫ്. ഓക്കെ, അപ്പോൾ നമ്മൾ 6 ഫാക്ടേഴ്സ് പഠിച്ചു. ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ടെമ്പറേച്ചറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന 6 ഫാക്ടേഴ്സാണ് നമ്മൾ പഠിച്ചത്. ലാറ്റിറ്റ്യൂഡ്, ഓൾട്ടിറ്റ്യൂഡ്, ഡിഫറൻസ് ഇൻ ഹീറ്റിംഗ് ആൻഡ് കൂളിംഗ് ഓഫ് സീ ആൻഡ് ലാൻഡ്, ദെൻ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ടെമ്പറേച്ചർ, എന്താണ്, നിയർനെസ് ടു സീ, ദെൻ ദിസ് ഓഷ്യൻ കറൻറ്റ്സ് ആൻഡ് ലാസ്റ്റ് വൺ റിലീഫ്. ഓക്കെ, അപ്പോൾ ഒരു എസ്സേ ക്വസ്റ്റ്യനായിട്ട് തന്നെ ഈ ഒരു ക്വസ്റ്റ്യൻ പഠിച്ചു വെക്കുക. ഷോർട്ട് ആൻസർ ആണെങ്കിൽ നിങ്ങൾക്ക് ആൻസർ ചെയ്യാനായിട്ട് സാധിക്കും. താങ്ക് യു ചിൽഡ്രൻ, താങ്ക് യു സോ മച്ച്. അടുത്തത് നെക്സ്റ്റ് എലമെൻറ്റുമായിട്ട് ടീച്ചർ അടുത്ത ക്ലാസ്സിൽ വരും. അത് അറ്റ്മോസ്ഫിയറിക് പ്രഷറാണ്. താങ്ക് യു.